അളഗപ്പനഗർ പഞ്ചായത്തിലെ പാലക്കുന്ന് ആമക്കോട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രം ആശ്രയിച്ചു കഴിയുന്ന 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അളഗപ്പനഗർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ പാലക്കുന്ന് ആമക്കോട് മേഖലയിലേക്ക് കുടിവെള്ളമെത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പലയിടത്തും പൊട്ടിയ നിലയിലാണ്. 2 മാസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത്. പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തുകാർ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റുമായി താഴ്ന്ന പ്രദേശത്തെ പാടത്തുള്ള കിണറിലെ വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം. പലപ്പോഴും രാത്രി ഏറെ വൈകി പൈപ്പ് വഴി 1 മണിക്കൂറോളമാണ് വെള്ളം തുറന്നുവിടുന്നത്. പൈപ്പുകൾ പലയിടത്തും പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശമായ ഇവിടേക്ക് വെള്ളമെത്തുന്നത് വളരെ കുറഞ്ഞ ശക്തിയിലാണ്. ആഴ്ചയിലൊരിക്കൽ 950 രൂപ നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത്. രാത്രി ജോലി കഴിഞ്ഞെത്തിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തി പൈപ്പിനു മുന്നിൽ വെള്ളത്തിനായി കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ വീട്ടമ്മമാർ. നിരവധി തവണ അധികൃതരെ കണ്ട് പരാതി നൽകിയെങ്കിലും പൈപ്പുകൾ അറ്റകുറ്റപ്പണി തീർത്താൽ വെള്ളം എത്തുമെന്ന ഉഴുക്കൻ മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. വേനൽ കൂടുതൽ കടുക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും. ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രം കഴുകാനും കൂടുതൽ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശത്തുള്ളവർ. ഈ ഭാഗത്തേക്ക് വെള്ളത്തിന്റെ വരവ് ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് മിക്ക വീടുകളും ഇവിടെ ഉള്ളത്. പക്ഷെ വെള്ളം വരവില്ല. 1 മാസമല്ല 2 മാസത്തിലേറെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടിയിട്ട്. പകുതി ഇവിടെ താഴെ വരെ വന്നാലും ഞങ്ങൾക്ക് 3-4 വീട്ടുകാർക്ക് മുകളിലേക്ക് അങ്ങോട്ട് കയറി വരുന്നില്ല വെള്ളം. കഴിഞ്ഞ ആഴ്ച വരെ ഒരു 10-12 പ്രാവശ്യം വിളിച്ചാലും അവർ ഫോണേ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടിക്കാണ്, ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളം വിടും. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പൈപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു, ഞായറാഴ്ച വെള്ളം വിടാന്ന് പറഞ്ഞു, വെള്ളം വിട്ടില്ല. വിളിച്ച് പരാതി പറയണതിന് ഒരു കുറവുമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ഇത് ഇങ്ങോട്ട് കിട്ടണില്ല, വെള്ളം വരുന്നില്ല. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അലക്കാൻ അവിടെ താഴെ ഒരു പൊട്ടക്കുളമുണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ അലക്കിയിട്ട് വരുന്നത്. ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വെള്ളം. പിന്നെ രാത്രിയൊക്കെ വരണ്ടോന്ന് ഞാൻ അറിയണില്ല. കിണറൊക്കെ വറ്റിപ്പോയില്ലേ, ജനുവരി ആകുമ്പോഴേക്കും പറ്റും. കുറച്ച് നാളായിട്ട് തീരെ വെള്ളം വരുന്നില്ല. എനിക്ക് 61 വയസ്സായി. എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളം രാത്രി 1 മണിക്ക് വിടും. വെള്ളം വരുന്നത് പൈപ്പില് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മോട്ടർ വിടുന്നുള്ളവര്. അത് വെള്ളം റോട്ടില് പായർക്ക് വീട്ടിലൊക്കെ വെട്ടി റോഡ് വെള്ളം ലീക്കായി പോയാൽ മോട്ടർ നിർത്തുക. അപ്പൊ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് വളരെ ഭക്ഷണത്തിനുള്ളിൽ കഴിയുന്നു. ആരും ചോദിക്കാനും ഇല്ല, പറയാനില്ല. ഇവിടുത്തെ പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടി വെള്ളം ലീക്കായി പോകുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് തന്നെ, വാട്ടർ ടാങ്കിൻ്റെ ഇപ്പം നിലവിലുള്ള വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് അതിന് മേലേക്ക് കയറുമ്പോൾ ഒരു വഴിയുണ്ട്, ഒരു കോൺക്രീറ്റ് ചെയ്ത വഴി, അവിടെയും പൊട്ടിപ്പോകണം. പിന്നെ അമ്പലത്തിൻ്റെ താഴെ, അങ്ങനെ പലതെങ്കിലും പൊട്ടിപ്പോകുമ്പോൾ കയറ്റമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാൻ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. പിന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ്, അവിടുത്തെ വാൽവ് അടയ്ക്കലും തുറക്കലും. ഒരു വ്യക്തിയുടെ കാര്യം കഴിയുമ്പോൾ ആ വ്യക്തി പൂട്ടിയിടുക, വ്യക്തിനെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, ആ പരിപാടി നിർത്തുക. വാൽവ് തുറന്നിട്ട് വെള്ളം വേസ്റ്റ് ആവട്ടെ. അപ്പോൾ ചിലപ്പോൾ ഈ താഴത്തുള്ളവരുടെ വെള്ളം പൂട്ടി കഴിയുമ്പോൾ പൊക്കത്തേക്കുള്ളവർ വെള്ളം കിട്ടും സ്വാഭാവികമായിട്ട്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വെള്ളം ഇതുവരെയ്ക്കും നമുക്ക് കിട്ടിയില്ല. പൈപ്പ് കണക്ഷൻ വന്നിട്ട് ഒരു കുപ്പി വെള്ളം വരെ ഇതുവരെയ്ക്കും നമുക്ക് കിട്ടിയിട്ടില്ല. വണ്ടി വെള്ളം അടിച്ചിട്ടാണ് നമ്മള് കാര്യം നിൽക്കുന്നത്. കേറ്റിലടിച്ചിട്ടാണ് വെള്ളം നമ്മള് 5 ദിവസം കൂടുമ്പോ വെള്ളം അടിക്കാൻ നിൽക്കണം.